കോർഷൻ്റെ ക്വസ്റ്റ്യനാണ്, ചിലർ കോഷൻ എന്ന് പറയും. അപ്പോൾ ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സ്പ്ലെയിൻ ദ ടേം കോർഷൻ ആൻഡ് വാട്ട് ആർ ദി ഇഫക്ട്സ് ഓഫ് കോർഷൻ അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പം കോർഷൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഇഫക്റ്റും. അപ്പോൾ 2 എഫക്റ്റാണ് നേരത്തെ പറഞ്ഞത്, കാരണം അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 5 മാർക്കിൻ്റെ ആയതുകൊണ്ട് 3 എഫക്റ്റ് പറയണം. ഇത്ര എഫക്റ്റ് മാത്രമേ ഉള്ളൂ കോർഷന്. ഇനി എന്താണ് കോർഷൻ എന്നുള്ള ടേം ഈ പ്രൊവിഷനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ കോർഷൻ എന്ന് പറഞ്ഞത് സെക്ഷൻ 15 ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. സോ കോർഷൻ സെക്ഷൻ 15 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പറയുന്നുണ്ട്, കോർഷൻ ഇസ് ദ കമ്മിറ്റിംഗ് ഓർ ത്രെട്ടനിങ്. ഓക്കെ, കമ്മിറ്റിംഗ് ഓർ ത്രെട്ടനിങ് ടു കമ്മിറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുക. എനി ആക്ട് ഫോർബിഡൻ ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ്. എനി ആക്ട്, എന്തെങ്കിലും ഒരു ആക്ട് ദാറ്റ് ഈസ് നോട്ട് അലൗഡ് ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ് എന്നാണ് പറയുന്നത്. ഫോർബിഡൻ ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ ഈ വേർഡൊക്കെ അണ്ടർലൈൻ ചെയ്യുക. ഓർ ദ അൺലോഫുൾ ഡീറ്റെയിനിങ്, ദ അൺലോഫുൾ ആയിട്ടുള്ള ഡീറ്റെയിനിങ് ഓർ ത്രെട്ടനിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി. അൺലോഫുൾ ഡീറ്റെയിനിങ് എന്ന് വെച്ചാൽ കസ്റ്റഡിയിൽ വെക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ്. ഡീറ്റെയിനിങ് മീൻസ് കൈവശം വെക്കുക. ഓർ ത്രെട്ടനിങ് ടു ഡീറ്റെയിൻ, അതായത് എന്തെങ്കിലും കാറെങ്ങാനും നമ്മൾ റെൻറ്റിന് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കൂല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടീനെ ഡീറ്റെയിൻ ചെയ്ത് കൈവശപ്പെടുത്തി വെക്കൂലേ, അത് ശരിക്കും അങ്ങനെ വെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ത്രെട്ടനിങ് ടു ഡീറ്റെയിൻ. ഇനി ഭീഷണിപ്പെടുത്തുക, ത്രെട്ടനിങ് മീൻസ് ഭീഷണിപ്പെടുത്തുക. ത്രെട്ടനിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി ടു ദ prejudice of any person whatever with the intention of causing any person to enter into an agreement. പ്രിജുഡൈസ് ഓഫ് എനി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹാമിംഗ് എന്നാണ്. ഹാമിംഗ് ഓഫ് എനി പേഴ്സൺ വാട്ട് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെൻറ്റ്. അപ്പം അങ്ങനെയൊക്കെ ഹാം ചെയ്ത ഒരു പേഴ്സണെ ഉപദ്രവിക്കുക എന്നാണ് ഹാം ചെയ്യുക എന്ന് പറഞ്ഞാൽ. പ്രിജുഡൈസ് മീൻസ് ഉപദ്രവിക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ടു പ്രിജുഡൈസ് ഓഫ് എനി പേഴ്സൺ, ഉപദ്രവിക്കുക ഇൻ ദി അനദർ പേഴ്സൺ, വാട്ട് എവർ രീതിയിൽ ഉപദ്രവിക്കുക. ഒരാൾ ബീറ്റ് ചെയ്തിട്ട് അയാളുടെ നിന്ന് ഗോൾഡ് വാങ്ങുക, അപ്പോൾ അയാൾ ഉപദ്രവിക്കുകയല്ലേ ചെയ്യണേ. എന്ത് ചെയ്യാണ്, ഒരു എഗ്രിമെൻറ്റിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കുകയാണ്, സ്വമേധയല്ല ഇങ്ങനെ പുഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ലേ ഒരു എഗ്രിമെൻറ്റിലോട്ട്. ഇപ്പോൾ ലാൻഡ് കൊടുക്കാനൊന്നും ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല, എന്നാലും പിടിച്ചു പറിച്ച് ലാൻഡ് വാങ്ങാനായിട്ട് ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ തമ്പ് പ്രിൻ്റൊക്കെ ചെയ്യിക്കൽ, അതൊക്കെ ചെയ്യിപ്പിക്കുക. അതൊക്കെ കോർഷനിൽ പെട്ടൊരു കാര്യമാണ്. സോ വൺസ് അഗെയിൻ, coercion means section 15 of the Indian Contract Act 1872. Coercion is the committing or threatening to commit any act forbidden by the Indian Penal Code or the unlawful detaining or threatening to detain any property to the prejudice of any person whatever with the intention of causing any person to enter into an agreement. ഭീഷണിപ്പെടുത്തി ഒരു വ്യക്തിയെ ഒരു കരാറിലേക്ക് എൻ്റർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നതിനെയാണ് കോർഷൻ എന്ന് പറയുന്നത്. അപ്പം ഇഫക്ട്സ് ഓഫ് കോർഷൻ അണ്ടർ സെക്ഷൻ 19 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ ഇഫക്റ്റ് സെക്ഷൻ 19 ആണെങ്കിൽ സെക്ഷൻ 15 ആണ് കോർഷനെ പറ്റി പറയുന്നത്. ചിലർ കോയേഷൻ എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് സ്പെല്ലിംഗ് ഓർമ്മയിൽ വരാൻ കോർഷൻ എന്ന് പറയാനാണ് കുറച്ചും കൂടി എളുപ്പം. Contract induced by coercion is voidable at the option of the party whose consent was so obtained. അപ്പം അങ്ങനെ കൺസെൻറ്റ് ഫ്രീ അല്ലാതെ മേടിച്ച ആളുടെ ഓപ്ഷനിൽ ഈ ഒരു കോൺട്രാക്റ്റ് നിലനിൽക്കാത്തത് അസാധുവാക്കി കളയാൻ സാധിക്കും, വോയിഡബിൾ ആക്കി കളയാൻ സാധിക്കും എന്നാണ്. കോൺട്രാക്ട് ഇൻഡ്യൂസ്ഡ് ബൈ കോർഷൻ വഴി കയറിയ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായല്ലോ, കോർഷൻ വഴിയിൽ ഉണ്ടായ ഒരു കോൺട്രാക്റ്റ്, ഒരു കരാറ് ഈസ് വോയിഡബിൾ, അത് അസാധുവാക്കി കളയാൻ സാധിക്കും അറ്റ് ദി ഓപ്ഷൻ ഓഫ്, ഒരു ഓപ്ഷനിൽ, ആരുടെ ഓപ്ഷനിലാണ്, അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസെൻറ്റ് വാസ് നോട്ട് ഫ്രീ ഓർ അങ്ങനെ ആക്രമിക്കുന്ന രീതിയിൽ ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഒപ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്, കോർഷൻ വഴി ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ള ആളുടെ, ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചത് തന്നെയാണ്. കോൺട്രാക്ട് ഇൻഡ്യൂസ്ഡ് ബൈ കോർഷൻ ഇസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി പാർട്ടി ഹൂസ് കൺസെൻറ്റ് വാസ് സോ ഒപ്റ്റെയിൻഡ്.
അത് ഓൾറെഡി പഠിച്ചു. ആസ് ടു ദ കോൺസിക്വൻസസ് ഓഫ് ദ റിസിഷൻ ഓഫ് ദ വോയിഡബിൾ കോൺട്രാക്റ്റ്. അപ്പം ഈ വോയിഡബിൾ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, റിസിഷൻ മീൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വോയിഡബിൾ കോൺട്രാക്റ്റ്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് കോൺസിക്വൻസ് ആയിട്ട് ദ പാർട്ടി റിസൈൻഡിങ് എ വോയിഡ് കോൺട്രാക്റ്റ് ഷുഡ്, if he has received any benefit thereunder from the other party to the contract, restore such benefit. അപ്പം ദ പാർട്ടി റിസൈൻഡിങ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഏത് പാർട്ടിയാണോ ഇത് ഒഴിവാക്കുന്നത്, അഗ്രീവ്ഡ് പാർട്ടിയല്ലേ, ആക്രമിക്കപ്പെട്ട പാർട്ടിയാവും ഇത് ഒഴിവാക്കുന്നുണ്ടാവുക. അപ്പോൾ ആ പാർട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ, കേട്ടോ, ഹാസ് റിസീവ്ഡ് എനി ബെനിഫിറ്റ് thereunder ഫ്രം ദി അതർ പാർട്ടി ടു ദ കോൺട്രാക്ട്, അങ്ങനെയാണെങ്കിൽ റീസ്റ്റോർ സച്ച് ബെനിഫിറ്റ് സോ ഫാർ ആസ് മേ ബി അപ്ലിക്കബിൾ ടു ദ പേഴ്സൺ ഫ്രം ഹും ഇറ്റ് വാസ് റിസീവ്ഡ്. ഏത് പേഴ്സൻ്റെ നിന്നാണോ ഇത് റിസീവ് ചെയ്തത് ആ പേഴ്സൺ അത് തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ആരാണെന്നറിയോ തിരിച്ചു കൊടുക്കേണ്ടത്? എഗ്രീവ്ഡ് പാർട്ടി. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റോറി പോലെ പറഞ്ഞുതരാം. ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് കുറച്ച് പഴകിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ അത് 10 lakh rupees ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം മറ്റാൾ അത് എഗ്രി ചെയ്തു. അപ്പം അങ്ങനെ എഗ്രി ചെയ്തിട്ട് 5 lakh rupees ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 5 lakh rupees കൂടെ കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് ഈ വാങ്ങിച്ച ആൾ പറയുകയാണ്, ഇപ്പോൾ ബിൽഡിംഗ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി, അപ്പോൾ പറയുകയാണ് ഇനി 5 lakh ഒന്നും തരില്ല, ഇത് ഓൾഡ് ബിൽഡിംഗ് അല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ പൈസ വാങ്ങാനായിട്ട് അവിടെ ചെന്ന സമയത്ത് ഗണ്ണൊക്കെ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തി, ത്രട്ടൺ ചെയ്തു, ഇനി പൈസ തരില്ല, ജീവൻ വേണമെങ്കിൽ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ചെയ്ത സമയത്ത് ഇനി പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് സൈന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ബലപ്രയോഗം ഉപയോഗിച്ച് സൈൻ ചെയ്യിച്ചു. അപ്പം തിരിച്ചു പോയിട്ട് നേരെ ആൾ പോലീസ് ഓഫീസിൽ പോയിട്ട് അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റ് ഇല്ല, അതൊരു കോർഷൻ ആയിരുന്നു, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ത്രട്ടൺ ചെയ്തതാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു കോൺട്രാക്റ്റിനെ വോയിഡ് ആക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ വോയിഡ് ആക്കി കഴിഞ്ഞാൽ ഈ ആൾ വാങ്ങിച്ചൊരു 5 ലക്ഷം രൂപ ഇയാളുടെ കയ്യിലില്ലേ, അത് തിരിച്ചു കൊടുക്കണം. എഗ്രീവ്ഡ് പാർട്ടി തിരിച്ചു കൊടുക്കണം. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ആസ് ടു ദ കോൺസിക്വൻസ് ഓഫ് ദ റിസിഷൻ വിച്ച് മീൻസ് കംപ്ലീഷൻ ഓർ റദ്ദമാക്കിയില്ലേ, ഓർ വി ക്യാൻ സേ അത് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ആ ഒരു ഇത് ക്യാൻസൽ ചെയ്തത് കൊണ്ട് അവോയ്ഡബിൾ കോൺട്രാക്ട്, the party resigning a void contract should, if he has received any benefit thereunder from the other party to the contract, restore such benefit so far as may be applicable to the person from whom it was received. Okay, but once again, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ആണ്, എ പേഴ്സൺ ടു ഹും ദ മണി ഹാസ് ബീൻ പെയ്ഡ് ഓർ എനിത്തിങ് ഡെലിവേർഡ് അണ്ടർ കോർഷൻ മസ്റ്റ് റീപേ ഓർ റിട്ടേൺ ഇറ്റ്. അപ്പോൾ ഇവിടെ ആ ബിൽഡിംഗ് ആയിരിക്കണം തിരിച്ചു കൊടുക്കേണ്ടത്. എനിത്തിങ് ഡെലിവേർഡ് അണ്ടർ കോർഷൻ മസ്റ്റ് റീപേ ഓർ റിട്ടേൺ ഇറ്റ്. ഇത് ജസ്റ്റ് ആൻ എക്സാമ്പിളാണ്. ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പം നമുക്കങ്ങനെ ഡെലിവറി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലൊരു ഇപ്പോൾ സെറ്റായില്ലേ, മനസ്സിലായില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പോയിൻ്റ് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. എ പേഴ്സൺ ടു ഹോം ദ മണി ഹാസ് ബീൻ പെയ്ഡ്. ഇപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് മണി പേ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒക്കെ ഇങ്ങനെ ഇത് വിളിക്കില്ലേ, റാംജി റാവു സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇത്ര മണി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മണിയാണ് വാങ്ങിച്ചതെങ്കിൽ ഈ കോർഷൻ ചെയ്യുന്ന ആളുണ്ടല്ലോ ആ മണി തിരിച്ചു കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പം എ പേഴ്സൺ ടു ഹും ദ മണി ഹാസ് ബീൻ പെയ്ഡ് ഓർ എനിത്തിങ് ഡെലിവേർഡ് അണ്ടർ കോർഷൻ മസ്റ്റ് റീപേ ഓർ റിട്ടേൺ ഇറ്റ്. അപ്പോൾ മസ്റ്റായിട്ടും അത് റീപേ ചെയ്തിരിക്കണം അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. കണ്ടോ, അണ്ടർ കോർഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ത്രട്ടൺ ചെയ്ത് മേടിച്ച സാധനം ത്രട്ടൺ ചെയ്ത ആൾ തന്നെ തിരിച്ചു കൊടുക്കണം. അതൊരു സാധനമാകാം, ഡെലിവറി ചെയ്യപ്പെട്ടത്, ഡെലിവറി മീൻസ് അത് കൊടുത്തത്, അല്ലാന്നുണ്ടെങ്കിൽ മണി ആകാം. അപ്പോൾ അതൊക്കെ തിരിച്ചു കൊടുക്കണം. സോ മസ്റ്റ് റീപേ ഓർ റിട്ടേൺ ഇറ്റ്. മണി ആണെങ്കിൽ റീപേ, ഗുഡ് ആണെങ്കിൽ ട്രൂ ഓണർക്ക് തിരിച്ചു കൊടുക്കണം, അതുകൊണ്ട് അത് റിട്ടേൺ ഇറ്റ്. സോ എ പേഴ്സൺ ടു ഹൂം ദ മണി ഹാസ് ബീൻ പെയ്ഡ് ഓർ എനിത്തിങ് ഡെലിവേർഡ് അണ്ടർ കോർഷൻ മസ്റ്റ് റീപേ ഓർ റിട്ടേൺ ഇറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.